യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല, ഉത്തരം തന്നില്ല എന്നൊക്കെ. എന്നാൽ ഇന്നത്തെ വചനം പറയുന്നു, ആഴമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം അവിടുന്ന് സാധിച്ചു തരുമെന്ന്. അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിലാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. തൊട്ടടുത്ത വചനത്തിൽ പറയുന്നുണ്ട്, ആരോടെങ്കിലും നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന്. വിരോധവും വെറുപ്പും ഉള്ളിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് അത് സാധിച്ചു തരില്ല. പിന്നെ ഒറ്റയ്ക്ക് സ്വാർത്ഥതയോടെ അല്ല പ്രാർത്ഥിക്കേണ്ടത്. കൂട്ടായ്മയിൽ, സമൂഹത്തിൽ, കുടുംബത്തിൽ, ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ രണ്ടോ മൂന്നോ ഒന്നിച്ച് കൂടുമ്പോഴാണ് ഈശോ സന്നിഹിതനാകുന്നത്. നമ്മുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് ഉത്തരമരുളും. പിന്നെ പ്രീസിനെ പോലെ അഹങ്കാരത്തോടെ അല്ല, ചുങ്കക്കാരനെ പോലെ വിനീത ഹൃദയനായി എളിമയോടെ നാം പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കൂടുതലായിട്ട് ചോദിച്ചു വാങ്ങേണ്ടത്. അപ്പോൾ ഈ ലോക ജീവിതത്തിന് ആവശ്യമായ ജഡിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ പരലോകത്തിന് ആവശ്യമായ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ദൈവരാജ്യവും അവിടുത്തെ നീതിയും നമ്മൾ ആദ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം അവിടുന്ന് തരുമെന്നാണ് പറഞ്ഞത്. സോളമനോട് ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറഞ്ഞപ്പോൾ സോളമൻ ചോദിച്ചത് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജനങ്ങളെ ഭരിക്കാനുള്ള അനുഗ്രഹമാണ്. ദൈവത്തിനത് ഇഷ്ടമായി. നീ വേറൊന്നും ചോദിക്കാതെ വിവേകം ചോദിച്ചുകൊണ്ട് നിനക്ക് ബാക്കിയെല്ലാം സമ്പത്തും ദീർഘായുസ്സും ശത്രുസംഹാരവും എല്ലാം കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിച്ചു. അതുകൊണ്ട് നമുക്കും ദൈവരാജ്യവും അവിടുത്തെ നീതിയും ആത്മീയ കാര്യങ്ങളുമൊക്കെ ആദ്യം അന്വേഷിച്ച് പ്രാർത്ഥിക്കാം. കൂടെ നമ്മുടെ മറ്റു കാര്യങ്ങളും നമുക്ക് പറയാം. ദൈവം എല്ലാം സാധിച്ചു തന്ന് നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.